ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇത് ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രപ്പോസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആർ യു ഗോയിങ് എവേ ഡാഷ് ഓണം എന്നാണ്. ഇവിടെ ആൻസർ വരുന്നത് അറ്റാണ്. അറ്റിൻ്റെ കൂടെ നമ്മൾ അറ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? ഏജ് വരുമ്പോൾ, റേറ്റ് വരുമ്പോൾ, എമൗണ്ട്, സ്പീഡ്, സർപ്രൈസ്, ഒരു റിയാക്ഷൻ ഒക്കെ വരുമ്പോൾ അറ്റാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് വേർഡ് ഫ്രം ബിലോയാണ്. ഹി വാസ് വെരി പൊളൈറ്റ് വെൻ ഹിസ് വൈഫ് എൻ്റർ ദ റൂം ഹി ഡാഷ് അപ്പ് എന്നാണ്. ഇവിടെ രണ്ട് സെൻറ്റൻസും പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ V2 ആണ് ഉപയോഗിക്കുന്നത്. അത് സ്റ്റുഡ്, ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഫിൽ അപ്പ് ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഓപ്ഷൻ ആണ്. നെയ്തർ ഹി നോർ ഐ ഡാഷ് ടു സഫർ എന്നാണ്. അതായത് നെയ്തർ ഓർ, എയ്തർ ഓർ ഇവയൊക്കെ വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം എഴുതാൻ. ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഐ ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ്, ആമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് എ കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദ ഓപ്ഷൻ ഗിവൻ ബിലോ ടു ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് വിത്ത്. ഐ കോഫ് ഹിം, ഐ ഡാഷ് ഓവർ മൈ വോൾ, ഐ ആസ്ക്ഡ് ഹിം ഡാഷ് ബട്ട് ഹി റിഫ്യൂസ്ഡ് ഡാഷ് എനിത്തിങ് സോ ഐ ഹാഡ് ഡാഷ് ഹിം ഗോ എന്നാണ്. ഇവിടെ ആൻസർ വരുന്നത് സി ആണ്. ക്ലൈംബിംഗ്, ടു എക്സ്പ്ലെയിൻ, ടു സേ, ടു ലെറ്റ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് എ ഗിവൻ സെൻറ്റൻസ് ആണ്. വെൻ വിൽ ദേ അനൗൺസ് ദ എലക്ഷൻ റിസൾട്ട് ആണ്. ആൻസർ വരുന്നത് വെൻ വിൽ ദി എലക്ഷൻ റിസൾട്ട് ബി അനൗൺസ്ഡ് എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് choose the correct indirect form of a given sentence. Another passenger come in and said, is this seat taken? Another passenger came in and inquired if that seat was taken എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആൻഡ് റൈറ്റ് ഓപ്ഷൻ. ഐ സോ വൺ ഐഡ് മാൻ ഇൻ ദ ഫിലിം. വൺ ആയതുകൊണ്ട് തന്നെ ആൻസർ ഏതാണ്? എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സെൻറ്റൻസ് ദാറ്റ് ദ നീഡ് ടു ബി കറക്റ്റഡ് ആണ്. ബിഫോർ ദേ വേക്ക് ഓഫ് ദേ വെയർ യൂസ് ടു ലിവ് ഇൻ ദ ജംഗിൾ. ആൻസർ വരുന്നത് ലിവ് ഇൻ ദ ജംഗിൾ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കറക്റ്റ് ടാഗാണ്. കമ്മിങ് ടു മൈ ഹൗസ് എന്നാണ്. ഇവിടെ ടാഗ് വരുന്നത് വിൽ യു ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് റൈറ്റ് ഓപ്ഷൻ ഫ്രം ബിലോയാണ്. രാജു ഡാഷ് ഹിസ് വൈഫ് ടു ടെൽ ഹർ ദാറ്റ് ഹർ കുഡ് ബി ഹോം ലേറ്റ് ആണ്. ഇവിടെ ആൻസർ കോൾഡ് അപ്പ് ആണ് വരുന്നത്. അതായത് ഓർത്തെടുക്കുക എന്നതാണ് ആൻസർ. അതായത് ബി കോൾഡ് അപ്പ്. അതായത് കോൾ ഓൺ എന്ന് വെച്ചാൽ എന്താണ്? വിസിറ്റ് എ പേഴ്സൺ. കോൾഡ് ഓഫ് എന്ന് വെച്ചാൽ ക്യാൻസൽ ആണ്. കോൾ ഔട്ട് എന്ന് വെച്ചാൽ സംവൺ. കോൾ ഫോർ എന്ന് വെച്ചാൽ ഡിമാൻഡ് ആണ്. അപ്പം കോൾഡ് അപ്പ് എന്ന് വെച്ചാൽ ഓർത്തെടുക്കുക. കോൾഡ് ഓൺ വിസിറ്റ് എ പേഴ്സണ്. കോൾ ഓഫ് ക്യാൻസൽ. കോൾഡ് ഫോർ എന്ന് വെച്ചാൽ ഡിമാൻഡ്. കോൾഡ് ഔട്ട് ഫോർ ടു സമ്മൺ. അടുത്തത് ഇൻ്റർ ഏലിയ മീൻസ് എന്താണ്? എമംഗ് അതർ തിങ്സ് എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എ സ്ട്രോങ് കണ്ടമെൻ്ററി അട്രൻസ് എന്ന് വെച്ചാൽ ബ്ലോക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഓൺ ദ വാൾ ദർ വാസ് എ ലാർജ് ഡാഷ് ഫോട്ടോഗ്രാഫ് ഓഫ് ദെയർ ചിൽഡ്രൻ. ആൻസർ വരുന്നത് കളറാണ് വരുന്നത്. ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ് വരുന്നത് ആൻസർ ഡി ആണ്. എൻ്റർപ്രണർ ആണ്. ENTREPRENEUR ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് റൈറ്റ് ഓപ്ഷൻ ഫ്രം ബിലോ. മൈ ഫാമിലി ഡാഷ് ഡിസൈഡഡ് ടു മൂവ് ടു ദ സിറ്റി ആണ്. ആൻസർ വരുന്നത് ഹാസ് ആണ്.